ഒരു പുതിയ കഥ തുടങ്ങുകയാണ്. ഷോർട്ട് സ്റ്റോറിയുടെ ചാനലിൽ എന്താണ് ലോങ് സ്റ്റോറി എന്ന് ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ഈ ഒരു സ്റ്റോറി ഇവിടെ കിടക്കട്ടെന്നേ. 70 പാട്ടിൽ തീരുന്ന ഒരു സ്റ്റോറിയാണ്. ഒരു കുഞ്ഞു സ്റ്റോറി, ഒരു പ്യുവർ ലവ് സ്റ്റോറി. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഈ സ്റ്റോറിയെ കൈനീട്ടി സ്വീകരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാനിവിടെ തുടങ്ങുകയാണ്. പ്രണയിനി രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 1. ഹരി. ഏട്ടൻ്റെ കൈകൾ രണ്ടും എൻ്റെ ഇടുപ്പിനെ ചുറ്റി വരിയുമ്പോൾ ആ നീക്കം അപ്രതീക്ഷിതമായത് കൊണ്ടാവാം ചുറ്റുമുള്ള സർവ്വതും മറന്ന് ഞാൻ നിന്നിടത്ത് തന്നെ നിന്നു പോയത്. പതങ്ങനെയുള്ളൊരു മൂളിച്ച ഞാനറിയാതെ തന്നെ എൻ്റെ തൊണ്ടക്കുഴിയിൽ നിന്നും അപ്പോഴേക്കും പുറത്തേക്ക് ചാടി. ഇഷ്ടാടി നിന്നെ, ഒരുപാട് പുലമ്പിക്കൊണ്ട് എൻ്റെ മുഖം മുഴുവനും ചുണ്ടുകൾ ചേർക്കുന്നവന് വിധേയയായി നിൽക്കുമ്പോൾ 8 വർഷം ഉള്ളിൽ ഒതുക്കിയ എൻ്റെ പ്രണയത്തിൻ്റെ സാഫല്യമായിരുന്നു ഞാനപ്പോൾ അനുഭവിച്ചറിഞ്ഞത്. ഞാനറിയാതെ തന്നെ എൻ്റെ കൈകളും ഒരു നിമിഷം ഏട്ടനെ തിരികെ പുണർന്നു പോയിരുന്നു. എൻ്റെ ഹരിമോള് ഞെട്ടിപ്പോയോ? നിമിഷങ്ങൾ കഴിഞ്ഞിട്ടും ഞാൻ അനങ്ങാതെ നിൽക്കുന്നത് കൊണ്ടാവാം ആളെൻ്റെ കവിളിൽ തട്ടി ചോദിച്ചത്. അതിനാണെന്നോ അല്ലെന്നോ ഞാൻ മറുപടി നൽകിയില്ല. ഏട്ടൻ്റെ നക്ഷത്രങ്ങൾ വിരിഞ്ഞു നിൽക്കുന്ന കുഞ്ഞു കണ്ണിലും സംസാരിക്കുമ്പോൾ ഇടത്തെ കവിളിൽ മാത്രം തെളിയുന്ന നുണക്കുഴിയിലേക്ക് മാത്രമായി എൻ്റെ ലോകം അപ്പോൾ ചുരുങ്ങിപ്പോയിരുന്നു. എടി കുറുമ്പി എന്നുള്ള വിളിയോടൊപ്പം തന്നെ പരിസരം മറന്നു നിൽക്കുന്ന എൻ്റെ ഇടത്തെ കവിളിൽ ഏട്ടൻ്റെ വക ഒരടാറ് കടിയും കിട്ടിയിരുന്നു. മുകുന്ദേട്ടാ. ഞാൻ പല്ലിൻ്റെ പാട് വീണ കവിള് പൊത്തിപ്പിടിച്ചുകൊണ്ട് ഏട്ടനെ കൂർപ്പിച്ചു നോക്കി. എന്തോ? എൻ്റെ ദേഷ്യത്തിനെ അലിയിക്കാൻ പോന്ന വണ്ണം ആ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി അപ്പോഴേക്കും വിടർന്നു കഴിഞ്ഞിരുന്നു. വേദനിച്ചുട്ടോ? ചുണ്ട് പിളർത്തി ഞാൻ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. വേദനിപ്പിക്കാനല്ലേ ഹരി ഞാൻ നിന്നെ ഇങ്ങനെ ചെയ്തേ? ഏട്ടൻ്റെ വലങ്കയിലെ തള്ളവിരൽ അപ്പോഴേക്കും എൻ്റെ ഇടം കവിളിൽ കവിത എഴുതുന്നതിൻ്റെ തിരക്കിലായിരുന്നു. വേണ്ട. അത് പതിയെ താഴേക്കിഴഞ്ഞ് എൻ്റെ കീഴ്ചുണ്ടിനെ ഞെരടിയപ്പോഴേക്കും ഞാൻ ഉടലോടെ ഒന്ന് വിറച്ചുപോയി. വേണം ഹരി. ആളിൻ്റെ അതരങ്ങൾ മെല്ലെ എൻ്റെ ചുണ്ടുകളെ ലക്ഷ്യമാക്കി താഴ്ന്നു വരുവാനായി തുടങ്ങിയപ്പോഴേക്കും എൻ്റെ കണ്ണുകൾ നാണത്താൽ കൂമ്പി അടഞ്ഞു പോയിരുന്നു. ഞാൻ മറ്റൊരു ലോകത്തായിരുന്നു. അവിടെ ഞാനും എൻ്റെ മുകുന്ദേട്ടനും മാത്രം. അല്ല, ഹരിയും ഹരിയുടെ മുകുന്ദേട്ടനും മാത്രം. ഞങ്ങൾ പ്രണയിക്കുകയായിരുന്നു. പ്രിയേ, എടി പ്രിയേ. പൊടുന്നനെ ആരോ എൻ്റെ കയ്യിൽ തട്ടി വിളിക്കുന്നത് പോലെ തോന്നിയപ്പോഴാണ് ഞാൻ കണ്ണുകൾ മെല്ലെ തുറന്നത്. കണ്ണുകൾ പല പ്രാവശ്യം ചിമ്മി ചിമ്മി തുറന്നു നോക്കിയപ്പോൾ കണ്ടു കുളിച്ചു സുന്ദരിയായി നനഞ്ഞ മുടി തോർത്തുകൊണ്ട് ചുറ്റിക്കെട്ടിയൊക്കെ നിൽക്കുന്ന ഒരു സ്ത്രീരൂപം. ആരാ? ഞാൻ പതിയെ ചോദിച്ചു. അപ്പോഴും എൻ്റെ കണ്ണുകൾ അവർക്ക് ചുറ്റിനും എൻ്റെ മുകുന്ദേട്ടന് വേണ്ടി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിൻ്റെ നായര്, എഴുന്നേക്കടി ഇങ്ങോട്ട്. വന്ന് പെണ്ണിനൊരു അനുസരണയില്ല. ആ സ്ത്രീരൂപം എൻ്റെ നേർക്ക് നോക്കിയെന്ന് ആക്രോശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരെയും അവരുടെ സംസ്കാരത്തെയൊക്കെ നോക്കിക്കൊണ്ട് കണ്ണും മേഴിച്ച് അങ്ങനെ തന്നെ കിടന്നു. നിമിഷങ്ങൾ കടന്നുപോയി. പൊടുന്നനെയാണ് ഞാൻ യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി വന്നത്. എന്തോ ഓർത്തുകൊണ്ട് കണ്ണുകൾ കൈവെള്ള കൊണ്ടൊഴിഞ്ഞുകൊണ്ട് മുൻപിൽ നിൽക്കുന്ന സ്ത്രീരൂപത്തെ ഒന്നും കൂടി ഞാൻ സൂക്ഷിച്ചു നോക്കി. ദീപേട്ടത്തി. എൻ്റെ ചുണ്ടുകൾക്കൊപ്പം മനസ്സും പറഞ്ഞു. അപ്പോൾ ഞാനും മൂന്നേട്ടനും തമ്മിലുള്ള കെട്ടിപ്പിടുത്തവും കിസിങ്ങും ഒക്കെ സ്വപ്നമായിരുന്നോ? എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നി. അപ്പോൾ ഏട്ടത്തിയോട് ചെറിയൊരു നീരസവും. എന്തോ നെടിയേ കിടന്ന് പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? എൻ്റെ അനിയൻ മൂന്നനെ പറ്റിയാണേലേ അവൻ എഴുന്നേറ്റ് കുളിച്ചിപ്പോൾ കടയിലും പോയിരിക്കുന്നുണ്ടാവും. എൻ്റെ പൊറുപൊറുക്കലുകൾ ഏട്ടത്തി കേട്ടുവെന്ന് മനസ്സിലായപ്പോഴേക്കും എനിക്ക് ശരിക്കും ചമ്മൽ വന്നു പോയിരുന്നു. എൻ്റെ വൺ സൈഡ് ലവിനെക്കുറിച്ച് ആകപ്പാടെ അറിയാവുന്ന ഒരേ ഒരു വ്യക്തി എൻ്റെ ഏട്ടത്തിയാണ്. കാരണം ആൾ ദീപേട്ടത്തിയുടെ അനിയനായതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു പോയതാ. മണി 10 ഇന്ന് അവധിയല്ലേ എന്നോർത്ത് ഞാൻ മനഃപൂർവ്വം എഴുന്നേൽപ്പിക്കുകയായിരുന്നതാ. അപ്പം കണ്ടില്ലേ പെണ്ണിൻ്റെ ഒരു അഹങ്കാരം. എഴുന്നേക്കടി, അല്ല ഞാൻ വെള്ളം കോരി തലേ കമത്തും. ഏട്ടത്തി എന്നെ പൊരിക്കുന്നുണ്ട്.
ഞാൻ പതിയെ തല പൊക്കി കട്ടിൽ എഴുന്നേറ്റിരുന്നു. ആകെപ്പാടെ കിട്ടുന്ന ഒരു അവധി ഏട്ടത്തി, ഇങ്ങനെ നശിപ്പിക്കല്ലേ. ഞാനൊന്ന് കിണുങ്ങിക്കൊണ്ട് ദീപേട്ടത്തിയെ തലചെരിച്ച് നോക്കി. പൊന്നുമോൾ എണീക്കാത്തേനെ, നിന്റെ അമ്മ എന്നെയാ ഇത്രയും നേരം വഴക്ക് വിളിച്ചുകൊണ്ടിരുന്നത്. തമ്പുരാട്ടിക്ക് അത് വല്ലതും അറിയോ? എൻ്റെ ദേഹത്തുള്ള പുതപ്പ് പിടിച്ച് വലിച്ചെടുത്തിട്ട് അത് ഭംഗിയായി മടക്കി തലയണയുടെ മുകളിലേക്ക് വെച്ചുകൊണ്ട് ഏട്ടത്തി എന്നെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അമ്മായിയമ്മയുടെ വഴക്ക് കേൾക്കാൻ ഒരു ഭാഗ്യം വേണം എൻ്റെ ഏട്ടത്തിയെ. കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ദീപേട്ടത്തിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ ഉച്ചത്തിൽ പറഞ്ഞു പൊട്ടിച്ചിരിച്ചു. ആദ്യം പോയി മോള് പല്ല് തേച്ച് കുളിച്ചിട്ട് വാ, എന്നിട്ട് നമുക്കൊരുമിച്ച് നിൻ്റെ അമ്മയുടെ വഴക്ക് കേൾക്കാം. ഏട്ടത്തി എന്നെ ഉന്തിത്തള്ളി ബാത്റൂമിലേക്ക് കയറ്റാൻ തുടങ്ങിയപ്പോഴേക്കും എൻ്റെ അമ്മ മാധവിയുടെ വിളി ആളെ തേടി എത്തിയിരുന്നു. പ്രിയേ, വേഗം കുളിച്ച് താഴേക്ക് വാ, ഞാൻ അടുക്കളയിലേക്ക് പോവാണേ. ഉച്ചത്തിൽ എന്നോടായിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് മുറിക്ക് പുറത്തേക്ക് പായുന്ന ഏട്ടത്തിയെ ഞാനെന്ന സ്നേഹത്തോടെ നോക്കി നിന്നു. പാവാണ് ആള്. ഏട്ടൻ്റെ ഒരുത്തൻ്റെ ഇഷ്ടത്തിന് പുറത്ത് കല്യാണം കഴിച്ചതാണ് ഏട്ടത്തിയെ. ഞങ്ങളുടെ വീടിൻ്റെ 4 വീടപ്പുറത്താണ് ഏട്ടത്തിയുടെ വീട്. ഏട്ടത്തിയും മുകുന്ദേട്ടനും ഉണ്ണിയച്ചനും അനന്താമ്മയാണെങ്കിൽ ഒരു കുട്ടി കുടുംബം. ഉണ്ണിയച്ചൻ ഈ നാട്ടിൽ തന്നെ പലചരക്ക് കടയുണ്ട്. പഠിത്തം കഴിഞ്ഞ മുകുന്ദേട്ടനും അച്ഛനെ സഹായിക്കാൻ എന്ന രീതിയിൽ കടയിൽ പോയിരിക്കും. എങ്കിലും വരുന്ന PSC പരീക്ഷകളൊന്നും തന്നെ ആളെ എഴുതാതെ വിടാറില്ല. ഞങ്ങളോളം സാമ്പത്തികം ഇല്ലാത്ത ആൾക്കാരായതുകൊണ്ടാവാം ഏട്ടത്തിയോട് എൻ്റെ അമ്മയ്ക്ക് ഇന്നും ഒരകൽച്ചയുണ്ട്. അത് വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും രഹസ്യമായും പരസ്യമായും അമ്മ കാട്ടാറുണ്ട് താനും. അമ്മയുടെ അഭിപ്രായത്തിൽ SBI ബാങ്ക് മാനേജറായ തൻ്റെ മകൻ സന്ദീപിന് സ്ത്രീധനം തന്ന് കല്യാണം കഴിക്കുവാൻ ഈ നാട്ടിലെ പെൺകുട്ടികളുടെ വീട്ടുകാർ ക്യൂ നിൽക്കുകയാണെന്ന്. എന്തൊക്കെയാണെങ്കിലും ഹോമിയോ ഡോക്ടറായ എൻ്റെ അച്ഛൻ രാമചന്ദ്രനെ എനിക്കും ഏട്ടത്തിയെ ഭയങ്കര ഇഷ്ടമാണ്. ഓരോന്നാലോചിച്ചുകൊണ്ട് കുളിയും തേവാരും ഒക്കെ കഴിച്ചു. അല്ലേലും മുകുന്ദേട്ടൻ്റെ ഹരിക്കുട്ടി സുന്ദരിയാണ്. കയ്യിൽ കിട്ടിയ ഒരു പാവാടയും ബ്ലൗസും ഇട്ടുകൊണ്ട് കണ്ണാടിയുടെ മുന്നിൽ പോയി ചാഞ്ഞും ചെരിഞ്ഞും കിടന്നുമൊക്കെ സ്വന്തം ശരീരത്തിൻ്റെ ഭംഗി ഞാൻ ആവോളം ആസ്വദിച്ചു. മുഖത്ത് കുറച്ച് വീക്കോ ടർമറിക്കിൻ്റെ ക്രീമും വാരിപ്പൊത്തി ഒരു കുഞ്ഞു കറുത്ത പൊട്ട് നെറ്റിയിലും കുത്തി. ഇടുപ്പോളം എത്തി നിൽക്കുന്ന നീണ്ടു ചുരുണ്ട മുടി ഒരു കുളിപ്പെന്നലെടുത്ത് കോതി ഒതുക്കി പിന്നിലേക്ക് മാടി വെച്ചു. ഡ്രസ്സിംഗ് ടേബിളിന് മുൻപിലിരിക്കുന്ന സിന്ദൂര ചെപ്പിൽ നിന്നുമുള്ള ചുവപ്പ് ഇത്തിരി വിരലിൽ തോണ്ടിയെടുത്ത് പൊട്ടിന് മുകളിലേക്കായി നീട്ടി വരച്ചു. ഹൈഷ്, ഹരിപ്രിയ സുന്ദരിയായിട്ടുണ്ട്. കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തെ നോക്കിക്കൊണ്ട് ഞാൻ എന്നെ തന്നെ പൊക്കി പറഞ്ഞു. ഈ സീമന്തരേഖ എന്നാണാവോ ഒന്ന് ചുവക്കുന്നേ. വിരലിൻ്റെ അറ്റത്തിരിക്കുന്ന ബാക്കിയുള്ള സിന്ദൂരത്തിലേക്ക് നോക്കി ഞാൻ സങ്കടപ്പെട്ടു. എൻ്റെ മുകുന്ദേട്ടാ, എന്ന് തീരുവോ എൻ്റെ ഈ വിരഹദുഃഖം? ഹാ. ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന എൻ്റെ രഹസ്യ പ്രണയത്തെ ഓർത്ത് ഞാൻ എന്നോട് തന്നെ പരിഭവപ്പെട്ടു. പ്രിയേ. താഴെ നിന്നും അച്ഛൻ്റെ ഉച്ചത്തിലുള്ള വിളി കേട്ടപ്പോഴാണ് പരിഭവവും പരാതിയുമൊക്കെ ഉള്ളിലുള്ള ഒരു മൂലയിലേക്കായി വീണ്ടും കെട്ടിപ്പൊതിഞ്ഞ് പാത്ത് വെച്ചിട്ട് ഞാൻ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയത്. അച്ഛേ. എനിക്ക് വേണ്ടി കഴിക്കാതെ ഡൈനിങ് ടേബിളിന് മുൻപിൽ കാത്തു നൽകുന്ന അച്ഛയുടെ അരികിലേക്ക് ഞാൻ ഓടിച്ചെന്ന് ആ മടിയിലേക്ക് കയറിയിരുന്നു. ഡിഗ്രി കഴിഞ്ഞ പെണ്ണ, ഇപ്പോഴുള്ള കുഞ്ഞിഞ്ഞാണെന്നാ വിചാരം. അപ്പനും ആ മോദമില്ല, മോൾക്കൊട്ടുമില്ല. മാധവിക്കുട്ടിയുടെ വഴക്ക് കേട്ടപ്പോഴേക്കും ഞാൻ ഒന്നും കൂടി അച്ഛനെ കെട്ടിപ്പിടിച്ചിരുന്നു. നിനക്കെന്താടി ഭാര്യയെ? എൻ്റെ കൊച്ചെത്ര വലുതായാലും എനിക്ക് കുഞ്ഞാണ്. അച്ഛനങ്ങനെ പറഞ്ഞതും ഞാൻ ഗിന്നസ് ബുക്കിൽ കയറിയതുപോലെയുള്ളൊരു ഭാവം എൻ്റെ മുഖത്തേക്ക് ഇരിച്ചു കയറി വന്നു. ഓ, ഞാനൊന്നും പറയുന്നില്ലേ, നിങ്ങളായി, നിങ്ങളുടെ മകളായി. പാത്രത്തിൽ 5-6 ഇടിയപ്പവും മുട്ടക്കറിയും വിളമ്പിയിട്ട് അമ്മേത് എൻ്റെ മുന്നിലേക്ക് നീക്കി വെച്ചു. ഏട്ടനെവിടെ? അച്ഛൻ്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് മാറി അടുത്ത് കിടന്ന കസേരയിലേക്ക് ഇരിക്കുമ്പോഴും എൻ്റെ കണ്ണുകൾ സന്ദീപേട്ടന് വേണ്ടി തിരയുകയായിരുന്നു. സന്ദീപേട്ടൻ ഏതോ ഒരു കൂട്ടുകാരൻ്റെ കല്യാണത്തിന് വേണ്ടി പോയിരിക്കുക. വൈകിട്ടേ വരൂ പ്രിയേ. അങ്ങോട്ടേക്ക് കഴിക്കാനായി വന്ന ഏട്ടത്തിയാണ് എനിക്കുള്ള മറുപടി തന്നത്. ആ, എവിടെ പോയാലും പറഞ്ഞിട്ട് പോണ ചെക്കനായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, ഒരു കെട്ട് കഴിഞ്ഞതോടുകൂടി അവൻ അപ്പനെയും വേണ്ട അമ്മയും വേണ്ട എന്നായി. അപ്പോഴേക്കും അമ്മയുടെ മുറുമുറുപ്പുകൾ ഉച്ചത്തിൽ കേൾക്കാൻ തുടങ്ങി. ഏട്ടത്തിയെ നോക്കിയപ്പോൾ അവിടെ മുന്നിൽ പാത്രവും പിടിച്ചുകൊണ്ട്
കണ്ണിൽ വെള്ളം നിറച്ച് നിൽപ്പുണ്ട്. എന്തിനാ മാധവി ഇങ്ങനെ നാവ് വളച്ച് കള്ളം പറയുന്നേ? 2 ദിവസം മുന്നേ അല്ലേ അവൻ നമ്മളോടെല്ലാവരോടും ഇന്ന് കല്യാണത്തിന് പോകുന്ന കാര്യം പറഞ്ഞേ. നിന്റെ ചെവി അന്ന് പൊട്ടായിരുന്നോ? പ്രാതൽ കഴിക്കുന്നതിനിടയിൽ തന്നെ അച്ഛൻ അമ്മയോട് ദേഷ്യപ്പെട്ടു. നിങ്ങളെല്ലാവരും ഒറ്റ കേട്ടാ, അല്ലേലും ഞാൻ മാത്രമാണല്ലോ എപ്പോഴും ഈ വീട്ടിൽ കുറ്റക്കാരി. അമ്മ പൂങ്കണ്ണീരൊഴുക്കുന്നത് കണ്ടിട്ടും എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. കാരണം ഏട്ടത്തി വന്നേ പിന്നെ 1-2 വർഷങ്ങളായിട്ട് ഇത് സ്ഥിരം കാണുന്നതുകൊണ്ട് എൻ്റെ കണ്ണിനും മനസ്സിനും അത് ശീലമായിരുന്നു. മോളിരുന്ന് കഴിക്കാൻ നോക്ക്. കഴിക്കാതെ പാത്രവും പിടിച്ച് കസേരയിൽ ഇരിക്കാതെ മാറി നിൽക്കുന്ന ഏട്ടത്തിയെ നോക്കി അച്ഛൻ വഴക്ക് പറഞ്ഞപ്പോൾ ഇത്തിരി മടിയോടെയാണേലും ആൾ പിന്നീട് ഞങ്ങളുടെ കൂടെ വന്നിരുന്ന് കഴിക്കാൻ തുടങ്ങി. രാമച്ചേ, പൊടുന്നനെ പുറത്തു നിന്നും കേട്ട പരിചിതമായ ആ വിളിയിൽ എൻ്റെ മുഖത്ത് നാണത്തിൻ്റെ 1000 നക്ഷത്രപ്പൂക്കൾ ഒരുമിച്ച് നിന്നി കത്തി. മുകുന്ദൻ വന്നു എന്നാ തോന്നണേ കുട്ടിയെ. അച്ഛൻ ഏട്ടത്തിയോട് പറയുന്നത് കേട്ടിട്ടും എനിക്കിരുന്നിടത്ത് നിന്ന് എഴുന്നേക്കാൻ തോന്നിയില്ല എന്നതാണ് സത്യം. അകത്തേക്ക് പോന്നോളൂ മുകുന്ദ. ഏട്ടത്തി ഇത്തിരി ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞതും ആളകത്തേക്ക് നടന്നു വരുന്നതിൻ്റെ ശബ്ദം ഞാൻ കേട്ടു. കുറച്ചു നേരം കഴിഞ്ഞിട്ടും മുകുന്ദേട്ടൻ്റെ കൂൾ വാട്ടറിൻ്റെ പെർഫ്യൂം വാസന എൻ്റെ അരികിലായി പരക്കുന്നത് ഞാൻ അറിഞ്ഞു. എൻ്റെ ഹൃദയം ഉടുക്കുകൊട്ടി തുടങ്ങി. പാത്രത്തിലുള്ളത് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. ഏത് സ്വിച്ച് ബോർഡിനാ പ്രോബ്ലം എന്ന് പറഞ്ഞേ രാമച്ച? ഏട്ടൻ്റെ ശബ്ദം എൻ്റെ കാതിൽ പതിഞ്ഞതും എൻ്റെ ശരീരം കുളിരു കോരി. ഒപ്പം രാവിലെ കണ്ട സ്വപ്നവും മനസ്സിലേക്ക് ഓടിയെത്തി. അപ്പോൾ കാത്തിരിക്കണേ പിള്ളാരെ. മുകുന്ദനുണ്ണിയും ഹരിപ്രിയയും കൂടെ കൂട്ടിക്കോ കേട്ടോ. അപ്പോൾ പുതിയ കഥയാണ്. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതിയിടാൻ മറക്കണേ. പിന്നെ എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും വേണം. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ വരാവേ.